നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയിൽ സഹകരണ ആശുപത്രികളുടെ പങ്ക് ശ്രദ്ധേയമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. പാമ്പാടിയിൽ DCH മെഡിക്കൽ സ്റ്റോറും ലബോറട്ടറിയും പ്രവർത്തനം തുടങ്ങി. കേരള തീരത്തെ കപ്പൽ അപകടം മത്സ്യവിപണിയെ ബാധിക്കുമെന്ന് ആശങ്ക. പച്ചമീൻ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ്. ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ കാലവർഷം വീണ്ടും സജീവമായി. ശനിയാഴ്ച വരെ മഞ്ഞ അലർട്ട്, ഞായറാഴ്ച ഓറഞ്ച് അലർട്ട്. സ്വർണ്ണവില പിന്നെയും മുന്നോട്ട്. പവന് ഇന്നു മാത്രം 640 രൂപ കൂടി. ഗ്രാമിന് 9100 രൂപ. വാർത്തകൾ വിശദമായി. ആരോഗ്യ മേഖലയിൽ സഹകരണ ആശുപത്രികളുടെ പങ്ക് ശ്രദ്ധേയമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന്റെ നേതൃത്വത്തിൽ പാമ്പാടി താലൂക്ക് ആശുപത്രിക്ക് സമീപം നീതി മെഡിക്കൽ സ്റ്റോറും ലബോറട്ടറിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ. കോട്ടയം ജില്ലാ സഹകരണ ആശുപത്രിയുടെ നീതി മെഡിക്കൽ സ്റ്റോറും നീതി ലബോറട്ടറിയും പാമ്പാടിയിൽ പ്രവർത്തനം തുടങ്ങി. പാമ്പാടി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് സമീപമാണ് സംരംഭം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സഹകരണ ആശുപത്രികളുടെ സേവനം ശ്രദ്ധേയമായി മാറിയിട്ടുണ്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സഹകരണ ആശുപത്രി പ്രസിഡന്റ് CJ ജോസഫ് അധ്യക്ഷനായി. പരിശോധനകൾക്കും മരുന്നുകൾക്കും താരതമ്യേന കുറഞ്ഞ നിരക്കിന് പുറമെ സീനിയർ സിറ്റിസൺസിന് 10% ഡിസ്കൗണ്ട് കൂടി അനുവദിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാമ്പാടിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായ സ്ഥാപനമാണ്. പ്രായമുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതിൻ്റെ കിഴിവിൻ്റെ കൂടെ തന്നെ 10% വീണ്ടും കുറയുന്ന സഹായമാണ് DCH ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അത് മെഡിക്കൽ വിഭാഗമാണേലും ലാബിലാണേലും എല്ലാം പാമ്പാടിക്കാർക്ക് ഉള്ള സാധാരണക്കാരന് കൂടുതൽ പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമീപപ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ സഹായകരമായിട്ടുള്ള ഒരു നീതി മെഡിക്കൽ സ്റ്റോറും നീതി ലബോറട്ടറിയാണ്. കാരണം ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ പരിശോധനകൾ നടത്താനും കുറഞ്ഞ ചെലവിൽ മെഡിസിൻസ് ലഭ്യമാക്കാനും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക്, ഞങ്ങളുടെ യൂണിറ്റുകൾക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കോട്ടയം അർബൻ ബാങ്ക് ചെയർമാൻ TR രഘുനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. KM രാധാകൃഷ്ണൻ, കൃഷ്ണകുമാരി രാജശേഖരൻ, KN വേണുഗോപാൽ, ഡാലി റോയ്, ഡോക്ടർ KM മനോജ്, CM മാത്യു, അനീഷ് പന്താക്കൽ, P ഹരികുമാർ, ഷേർലി തര്യൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KP ഉണ്ണികൃഷ്ണൻ നായർ, ഭരണസമിതി അംഗം ES സാബു, സെക്രട്ടറി കാർത്തിക് ബാലൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കേരള തീരത്ത് കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായത് മത്സ്യവിപണിയെ ബാധിക്കുമെന്ന് ആശങ്ക. മത്സ്യം ധാരാളം എത്തുന്നുണ്ടെങ്കിലും മീൻകടകളിൽ തിരക്ക് കുറവാണ്. കേരള തീരത്ത് തുടർച്ചയായി കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നത് മത്സ്യവിപണിയെ ബാധിച്ചേക്കുമെന്ന് ആശങ്ക. പച്ചമീൻ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവായി. മീൻകടകളിൽ ധാരാളം പച്ചമീൻ എത്തുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ പലരും മീൻ വാങ്ങുന്നതിന് തയ്യാറാകുന്നില്ല. ഇത് ചെറുകിട കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുമ്പോഴും പച്ചമീൻ ധാരാളമായി വിപണിയിൽ എത്തുന്നുണ്ട്. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ രാസവസ്തുക്കളും എണ്ണയും കലർന്നിട്ടുണ്ടെന്നും മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന രീതിയിലുമുള്ള ചിലരുടെ പ്രചാരണവും മീൻ വിൽപ്പന കുത്തനെ ഇടിയാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ആശങ്ക കൂടാതെ മീൻ വാങ്ങാൻ എത്തുന്നവരുമുണ്ട്. അല്ല, നമുക്കിപ്പം അങ്ങനെ നമുക്ക് അവിടെ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ടായിരുന്നു. മറ്റേ ആ കണ്ടെയ്നറൊക്കെ പറഞ്ഞ് ഭയങ്കര കുറച്ച് സീനായെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിലൊന്നും ഒരു വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ പറയുമായിരുന്നല്ലോ, ഇപ്പം നമ്മൾ കടലിൽ നിന്നുള്ള മത്സ്യബന്ധനം മീനുകൾ ഒന്നും മേടിച്ച് കഴിക്കരുതെന്ന് പറയുമായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വിശ്വസിക്കുന്നില്ല. മത്സ്യം മേടിക്കും. ഞാനിവിടെ മീൻ മേടിക്കാൻ വന്നതാണ്. അപ്പം ഇവിടെ കടകളൊന്നും ഇല്ല. അപ്പം ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് രാവിലെ 8 മണി വരെ കണ്ടൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ നോക്കിയിട്ടങ്ങ് ഇവിടുത്തെ മാർക്കറ്റുകളൊന്നും ഇടിയുന്ന ലക്ഷണമൊന്നും ഇല്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ കാലവർഷം വീണ്ടും സജീവമായി. ശനിയാഴ്ച വരെ ജില്ലയിൽ യെല്ലോ അലർട്ടും ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പൂഞ്ഞാർ തീക്കോയിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത്. കോട്ടയം ജില്ലയിൽ കാലവർഷം വീണ്ടും സജീവമായി. ചൊവ്വാഴ്ച രാത്രി മുതൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30 വരെയുള്ള കഴിഞ്ഞ 24 മണിക്കൂറിൽ പൂഞ്ഞാർ തീക്കോയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 105 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. ഈരാറ്റുപേട്ടയിൽ 96 മില്ലിമീറ്ററും പാമ്പാടിയിൽ 92 മില്ലിമീറ്ററും ഭരണങ്ങാനത്ത് 75.79 മില്ലിമീറ്ററും വൈക്കത്ത് 71 മില്ലിമീറ്ററും മഴ ലഭിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത ദിവസങ്ങളിലും
എങ്കിലും കോട്ടയം ജില്ലയിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ശനിയാഴ്ച വരെ മഞ്ഞ അലർട്ടും ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓറഞ്ച് അലർട്ട് 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മഞ്ഞ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. മഴ കനത്തതോടെ മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങി. തുടർച്ചയായി 2ാം ദിവസമാണ് വില ഉയരുന്നത്. ഇന്ന് മാത്രം പവന് 640 രൂപ കൂടി 72,800 രൂപയായി. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് ഇന്ന് 640 രൂപയാണ് വർദ്ധിച്ചത്. ഇന്നലെ 600 രൂപ ഉയർന്നതോടെ സ്വർണ്ണവില 72,000 രൂപ കടന്നിരുന്നു. ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വില 72,800 രൂപയാണ്. ജൂൺ 7 മുതൽ 10 വരെ 1,480 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. അതേസമയം ഇന്നലെയും ഇന്നുമായി 1,240 രൂപ കൂടി. ഇന്ന് 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 80 രൂപ ഉയർന്നു. ഇന്നത്തെ ഗ്രാമിന് 9,100 രൂപയാണ് വില. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 65 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന് 7,465 രൂപ നൽകണം. അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതിയ കാലഘട്ടത്തിൽ തമാശ പോലും ആസ്വദിക്കാൻ കഴിയാതെ ഫേസ്ബുക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും നിയമ നടപടി സ്വീകരിക്കുന്നവരുമായി ഒരു വിഭാഗം മാറുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഏറ്റുമാനൂരിൽ ജനകീയ വികസന സമിതിയുടെ 3ാമത് വാർഷികവും SP പിള്ളയുടെ 40ാമത് ചരമവാർഷിക ദിനാചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി വാർഷികവും SP പിള്ള ചരമവാർഷിക ദിനാചരണവും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ കാലഘട്ടങ്ങളിൽ രാജാവിനെ പോലും സദസ്സിലിരുത്തി ഹാസ്യാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് രാജാക്കന്മാർ ആസ്വദിച്ചിരുന്നതായും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. എന്നാൽ ഇന്ന് ചെറിയ തമാശ പോലും പറയാൻ പാടില്ലെന്നും പലരും പിണങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗണേഷ് കുമാറിനോട് തമാശ പറയുന്നത് പോലെ മറ്റു നടന്മാരോട് പറയാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹരികഥയൊക്കെ പറഞ്ഞിരുന്നത് സദസ്സിലിരിക്കുന്ന രാജാവിനെ വരെ കളിയാക്കുക. അന്ന് സദസ്സിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രാജാവിനെയും അത്ര വലിയ പദവിയിരിക്കുന്ന ആളുകളെയും ഒക്കെ തമാശ രൂപത്തിൽ കളിയാക്കുമ്പോൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന മനുഷ്യരുണ്ടായിരുന്ന നാടാണ്. പക്ഷേ നമുക്കിപ്പോൾ അത്തരത്തിലുള്ളൊരു സഹിഷ്ണുതയില്ല. തമാശ പറഞ്ഞാൽ ചില ആളുകളോട് വളരെ മോശമായി പറയും. ഇപ്പോൾ ഒരു തമാശ കേട്ടാൽ ആ തമാശ ഫേസ്ബുക്കിലൂടെ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ടാൽ അതിന് അടിയിൽ വന്നിട്ട് വിവരമില്ലാത്തവൻ്റെ വിവരക്കേടുകളും എഴുതുന്ന ഒരു സ്വഭാവം. അത് ഒരു അനന്തരം ഇതൊരു തമാശയാണ് ഇയാൾ പറഞ്ഞത്. ഈ തമാശ ഞാൻ ആസ്വദിച്ചു എന്ന് പറയാനപ്പുറം ആ തമാശയിലൊക്കെ പ്രതിഷേധം ചെയ്യപ്പെടുന്നു ചില ആൾക്കാർ. ജയരാജാനൊക്കെ അതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടുന്ന ആളായിരിക്കും എന്ന് തോന്നുന്നു. കാരണം പലരും ചിലവരെ പിണങ്ങും കേട്ടോ. തൃശ്ശൂരൊക്കെ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് തൃശ്ശൂർ വന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പിണങ്ങുന്നതിനാണ്. സൂക്ഷിച്ച് നമ്മൾ ഗണേഷ് കുമാറിനോട് പറയുന്ന പോലെ മറ്റുള്ള സിനിമാ രാഷ്ട്രീയക്കാരോട് തമാശ പറയാൻ പാടില്ല. കാരണം പറഞ്ഞാൽ പിണങ്ങി. SP പിള്ള പുരസ്കാരവും 10,001 രൂപയുടെ ക്യാഷ് അവാർഡും കാരിക്കേച്ചറിസ്റ്റും നടനുമായ ജയരാജ് വാര്യർക്ക് മന്ത്രി നൽകി. ചലച്ചിത്ര നടനും സംവിധായകനുമായ ജോഷി മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജനകീയ വികസന സമിതി പ്രസിഡന്റ് B രാജീവ് അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 13 ഹയർ സെക്കൻഡറി സ്കൂളിലെ 105 വിദ്യാർത്ഥികളെയും അതാത് സ്കൂളിലെ പ്രഥമ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ആദരിക്കുകയും കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചൈതന്യ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലയിലുള്ള 5 പേർക്കാണ് അവാർഡുകൾ നൽകുന്നത്. ഈ മാസം 28 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ അവാർഡ് സമ്മാനിക്കും. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫാദർ എബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് KSSS സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സഹായഹസ്തമായി നിലകൊള്ളുന്ന വ്യക്തികളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ചൈതന്യ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന TK ജോസ്, സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് ex-MLA, കേരള സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് PT, പത്തനംതിട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ്, റിട്ടയേർഡ് തഹസിൽദാറും KSSS ബോർഡ് മെമ്പറുമായ ജോർജ് കുര്യൻ പാണ്ഡവത്ത് എന്നിവരെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. 20,001 രൂപയും മൊമന്റോയും അടങ്ങുന്ന അവാർഡ് ജൂൺ 28-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. കോട്ടയം
കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷനാവും. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ജനോപകാര സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ മാർഗദീപമായി നിലകൊള്ളുന്ന വ്യക്തിത്വങ്ങളെ എല്ലാ വർഷവും ചൈതന്യ എക്സലൻസ് അവാർഡിലൂടെ ആദരിക്കുമെന്ന് KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ചൈതന്യ എക്സലൻസ് അവാർഡ് സമ്മാനിക്കുന്നു എന്ന വിവരം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗദീപവും സഹായഹസ്തവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നതാണ് ഈ എക്സലൻസ് അവാർഡിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. KSSS PRO സിജോ തോമസ്, പ്രോഗ്രാം ഓഫീസർ അനീഷ് KS, കോർഡിനേറ്റർ മേഴ്സി സ്റ്റീഫൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ജനറൽ ആശുപത്രി വികസനത്തിന് 380 ലക്ഷം രൂപ അനുവദിച്ചതായി പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ. കൂടാതെ ഡിജിറ്റൽ എക്സ്റേ മെഷീൻ വാങ്ങുന്നതിനായി 1,80 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വിവിധ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ നഗരസഭ ബജറ്റ് വിഹിതമായി 380 ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ തോമസ് പീറ്ററും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ടും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു. ആധുനിക ഡിജിറ്റൽ എക്സ്റേ സ്കാനിംഗ് മെഷീന് മാത്രമായി 1,80 ലക്ഷം രൂപയാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖാന്തരമാണ് വാങ്ങി സ്ഥാപിക്കുക. ക്വാഷ്വാലിറ്റിക്ക് സമീപമായിട്ടുള്ള മുറി സ്ഥാപിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികൾക്ക് സമീപത്ത് തന്നെ എക്സ്റേ സൗകര്യം ലഭ്യമാക്കുക ലക്ഷ്യം. പുതിയ ഉപകരണത്തിനായി ഓർഡർ നൽകുന്നതിന് ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി. പാലിയേറ്റീവ് പരിചരണത്തിനായി 23 ലക്ഷം രൂപയും സീവേജ് ട്രീറ്റ്മെന്റിനായി 6 ലക്ഷം രൂപയും ഉപകരണങ്ങളുടെ വാർഷിക പരിപാലന പദ്ധതിക്കായി 27 ലക്ഷം രൂപയും ഹെൽത്തിനായി 10 ലക്ഷം രൂപയും ലഭ്യമാക്കും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനായി 7 ലക്ഷം രൂപയും ഡയാലിസിസ് കിറ്റ് ഉപകരണങ്ങൾ, ചികിത്സാ സഹായം എന്നിവയ്ക്കുമായി 1 കോടി രൂപയും വൈദ്യുതി ചാർജ് ഇനത്തിൽ 1 കോടി രൂപയും ക്യാൻ കോട്ടയം പദ്ധതിക്കായി 5 ലക്ഷം രൂപയും ലഭ്യമാക്കിയതായി അവർ പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതേസമയം ആശുപത്രി വികസനത്തിന് തുക അനുവദിച്ചു എന്ന് മാറി വരുന്ന ഭരണാധികാരികളും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ കാര്യമായി ഒരു വികസനവും നടത്തുന്നില്ലെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ പരിശോധിച്ച റിപ്പോർട്ട് താലൂക്ക് തല വികസന യോഗത്തിൽ നൽകിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്നും മാനസി കാപ്പൻ MLA ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള കശുമാവ് കൃഷി വികസന ഏജൻസി മേൽത്തരം കശുമാവ് ഇനങ്ങളുടെ ഗ്രാഫ്റ്റഡ് തൈകൾ വിതരണം ചെയ്യുന്നു. താൽപ്പര്യമുള്ള കർഷകർ നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ഭൂമിയുടെ കരമടച്ച രസീത്, ആധാർ, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ജൂൺ 17-നകം പനമറ്റത്തുള്ള എലിക്കുളം കൃഷിഭവനിൽ അപേക്ഷ നൽകണം. കടയനിക്കാട് വെട്ടിത്താനത്ത് സിബിജൻ തോമസ് നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കടയനിക്കാട് സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യ മേഖലയിൽ സഹകരണ ആശുപത്രികളുടെ പങ്ക് ശ്രദ്ധേയമെന്ന് മന്ത്രി VN വാസവൻ. പാമ്പാടിയിൽ DCH മെഡിക്കൽ സ്റ്റോറും ലബോറട്ടറിയും പ്രവർത്തനം തുടങ്ങി. കേരള തീരത്തെ കപ്പൽ അപകടം മത്സ്യവിപണിയെ ബാധിക്കുമെന്ന് ആശങ്ക. പച്ചമീൻ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ്. ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ കാലവർഷം വീണ്ടും സജീവമായി. ശനിയാഴ്ച വരെ മഞ്ഞ അലർട്ട്, ഞായറാഴ്ച ഓറഞ്ച് അലർട്ട്. സ്വർണ്ണവില പിന്നെയും മുന്നോട്ട്. പവന് ഇന്നു മാത്രം 640 രൂപ കൂടി. ഗ്രാമിന് 9,100 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.